ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചാത്തൻസ് ഡേ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ല ചാകരയാണ്. കാരണം ഇന്നൊരു ന്യൂസ് ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം അടുത്ത ന്യൂസാണ്. അതിനകത്ത് കൊലയോട് കൊല കൊല കൊല, ചെറുതിനെ കൊല്ലുന്നു, വലുതിനെ കൊല്ലുന്നു, ഇടത്തരം മീഡിയത്തിനെ കൊല്ലുന്നു, അങ്ങനെ കൊലകളുടെ കൂമ്പാരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ കേരളം. ഡെയിലി ഓരോ കൊല മസ്റ്റാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അതേപോലൊരു കൊലയെക്കുറിച്ച് തന്നെ പറയാനാണ്. നമ്മുടെ ചോറ്റാനിക്കരയിൽ ഒരു 19കാരി കൊല്ലപ്പെട്ടിട്ടില്ല, കൊല്ലപ്പെടാറായി കിടപ്പുണ്ട്, മൃതപ്രാണനായി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നത്. അപ്പം ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. വലിച്ചഴിച്ച് നിങ്ങളെ നീട്ടിക്കുകയൊന്നുമല്ല. സെയിം ഒരു കഥയെന്നല്ല പറയുന്നത്, സെയിം നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഈ കുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ അതിനോടാണ് വളരെയധികം സാദൃശ്യം തോന്നിയത്. പക്ഷെ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് മാത്രം. ഇത് കുട്ടിയാണെങ്കിൽ അത് പട്ടിയാണ്. അപ്പം സംഗതി വേറൊന്നുമല്ല, കുറച്ചു കാലത്തിന് മുന്നേ നമ്മുടെ ഒരു വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി, പേരും വിലാസവും ഒന്നും പറയുന്നില്ല. നാളെ ഇനി അവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വളയും ഇട്ടുകൊണ്ടൊന്നും പോയി കിടക്കാൻ വയ്യ. അതുകൊണ്ട് പേരും വിലാസവും ഒന്നും വ്യക്തമാകുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ഉള്ള നമ്മുടെ വളരെ അടുത്ത ഒരു ബന്ധു, കുറച്ചു കാലത്തിന് മുമ്പ് അവർക്ക് മക്കളില്ലായിരുന്നു. ഇപ്പോഴും അവർക്ക് മക്കളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവർക്ക് മക്കളില്ലാതിരുന്ന സമയത്ത് രണ്ടുപേർക്കും കൂടെ അങ്ങ് ഭയങ്കര ഫ്രസ്ട്രേഷൻ. എന്താണ് സംഭവം? കുട്ടികളൊന്നും ഇല്ല, വീട്ടിലാണെങ്കിലും ഒരു ചൂടും ഉത്സാഹവും ഒന്നും ഇല്ല. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്, ഏതാണ്ട് ഒരു 8-10 വർഷത്തോളമായി അവർക്ക് മക്കളില്ല. അങ്ങനെ അവർ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൂപ്പന്മാരായിട്ടുള്ള മുതൽ വരെ എഴുതി കുട്ടിയുടെ പേർക്കൊക്കെ വെക്കണം. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള കാരണവും പിന്നെ അവരുടെ മുതൽ ഇനി വല്ലവനും കൊണ്ടുപോയി തിന്നണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണോ എന്തോ, എന്തായാലും അവർ കുട്ടിയൊന്നും അഡോപ്റ്റ് ചെയ്യാൻ പോയില്ല. പകരം അവരുടെ ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു നിരാശ അങ്ങ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കുട്ടി എന്ന് പറയുമ്പം അത് വേറൊന്നും അല്ല കേട്ടോ, ഒരു പട്ടിക്കുട്ടിയാണ്. അങ്ങനെ അവര് നല്ല ഇനത്തിൽപ്പെട്ട ഒരു മുന്തിയ ബ്രീഡിൽപ്പെട്ട ഒരു ലാബിനെ തന്നെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ അവർ ലാബിനെ അഡോപ്റ്റ് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു. വെറും 45 ദിവസത്തിനകം പ്രായമുള്ള ഒരു കുഞ്ഞു ലാബായിരുന്നു. അതിനെ കൊണ്ടുവന്നു വളരെയധികം സ്നേഹിച്ചു, ലാളിച്ചു വളർത്തി. അപ്പം എനിക്ക് കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ. അപ്പം എപ്പോഴും ഇങ്ങനെ വിയർത്തുകൊണ്ടേയിരിക്കും. വിയർപ്പിൻ്റെ അസുഖമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ആരും ഇനി കമൻ്റ് ഇടാൻ വരണ്ട. വിയർപ്പിൻ്റെ അസുഖം ഉള്ളത് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിനും പറഞ്ഞൊന്നും ആരും കമൻ്റ് ഇടണ്ട. എനിക്ക് വേറെയും ജോലിയുണ്ട്. ഞാൻ കാഷ്യൂ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ തൊഴിലാളിയാണ്. കാഷ്യൂ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കശുവണ്ടി ഫാക്ടറി. ഇനി വന്ന വിഷയത്തിൽ നിന്ന് ഞാൻ സ്ലിപ്പിൽ പോകുന്നില്ല. വിയർപ്പിൻ്റെ അസുഖം ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. AC റൂം സെറ്റ് ആവാത്തത് കൊണ്ട് ഞാൻ മുറ്റത്ത് നിന്നാണ് വീഡിയോസ് പിടിക്കുന്നത്. അകത്ത് AC ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഡെമ്പിനൊട്ടും കുറയ്ക്കണ്ട. അങ്ങനെ പറഞ്ഞു വന്നേന്ന് പറയുന്നത് പിന്നെ എന്തായിരുന്നു, അങ്ങനെ അവരൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു. പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു. പട്ടിക്കുട്ടി നല്ല മിടുക്കനൊരു പട്ടിക്കുട്ടി. അങ്ങനെ കൊണ്ടുവന്ന് ഓമനിച്ച് അതിന് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു. എല്ലാം നല്ല കൃത്യമായിട്ട് അതിന് ആഹാരവും ഈ വാക്സിനും എല്ലാം കൊടുത്ത് അതിനെ നല്ല വൃത്തിയായിട്ട് അങ്ങ് വളർത്തി നല്ല ഓമനത്തമുള്ള പട്ടിക്കുട്ടി. അത് കുഞ്ഞിൻ്റെ അതിൻ്റെ ആ ഓമനത്വമൊക്കെ ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ കുഞ്ഞുനാളി അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവർക്കും അറിയാലോ, പട്ടിക്കുട്ടികളെ കുഞ്ഞിലെ കാണാൻ നല്ല ഭംഗിയാണ്. കാലക്രമേണ ഈ പട്ടിക്കുട്ടി അങ്ങ് വളർന്നു. ഒരു 3-4 വയസ്സായപ്പോഴത്തേന് ഇവൻ്റെ ഈ ഓമനത്വമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. പോരാത്തതിന് ഇവൻ സാമാന്യം നല്ല വികൃതി എന്ന് പറഞ്ഞാൽ, ഇവർ ഭക്ഷണം മാത്രമേ കൊടുത്തുള്ളൂ. കൃത്യസമയത്ത് ഇവന് ശിക്ഷണം ഒന്നും കൊടുത്തില്ല. കാര്യം ഓമനിച്ച് വളർത്തിയതായതുകൊണ്ട് ഒരു ഈക്കിൽ കൊണ്ട് പോലും ഇവനെ അടിച്ചിട്ടില്ല. അങ്ങനെ ഇവനെ വളർത്തി വലുതാക്കി. ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇവനിങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പം ഇവനെ ഇങ്ങനെ കൂട്ടിന്ന് വെളിയിലോട്ടിറക്കി വിട്ടാൽ അപ്പോഴേ ഇവൻ ഓടി അടുത്തുള്ള പട്ടികളുടെ കൂടെ അങ്ങ് പോകും കളിക്കാൻ. വിളിച്ചാൽ വരത്തില്ല. എന്നുവെച്ചാൽ അനുസരണ എന്ന് പറയുന്ന ഇവനിലില്ല. അഥവാ ഇവനെ ഇനി ഒരു പക്ഷെ പിടിച്ച് പെരയിലിട്ടാലോ, പെരയിൽ അങ്ങനെ ആകെ അങ്ങ് അപ്പിയിട്ട് മുള്ളി വെച്ചു അങ്ങ് നാശമാക്കും. അപ്പിയിടലും മൂത്രം ഒഴിക്കലും അവൻ പെരയിൽ ബെഡിലേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇത് രണ്ടും ആയപ്പോഴത്തേന് അവർ കുറേശ്ശെ ഇവനെ മാനസികമായിട്ട് അങ്ങ് വെറുത്തു. എന്നുവെച്ചാൽ ഇവൻ്റെ അപ്പി കോറൽ അവരാ നല്ല പ്രായത്തിൽ എടുത്തുകൊണ്ട് വന്ന് വളർത്തി. വർഷങ്ങൾ കഴിഞ്ഞു, 5-6 വർഷം ആയപ്പോഴത്തേന് അവര് വയസ്സ് ചെല്ലുകയും ഇവൻ യങ്ങായി വരികയും ചെയ്യുമല്ലേ. എന്തായാലും ഇവന്റെ കുരുത്തക്കേടില് അവസാനം ഇവനിലോടുണ്ടായിരുന്ന ആ ഒരു ഓമനത്വവും വാത്സല്യവും എല്ലാം നഷ്ടപ്പെട്ട് ഇവൻ കുറച്ച് മേജറായി വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവനോട് അവർക്ക് ഒരു തരത്തില് ഒരു ചെറിയൊരു അകൽച്ച ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഇവന്റെ കയ്യിലിരിപ്പ് ശരിയല്ലേ. ആ കയ്യിലിരിപ്പ് ശരിയല്ലാതെ ആവാനുള്ള കാരണം അവര് തന്നെയാണ്. കാരണം അവര് കുഞ്ഞിലെ കൊണ്ടുവന്ന് വാരി കൊടുത്ത് വളർത്തിയ സമയത്ത് അവന് ഭക്ഷണം മാത്രമേ കൊടുത്തുള്ളൂ.
അതായത് അവന് ഗുഡ് ഹെൽത്ത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, അവന് ശിക്ഷണം നൽകിയിട്ടില്ല. അവനെ ഒരു കുഞ്ഞ് ഈക്കിൽ കൊണ്ട് പോലും ശിക്ഷിച്ച് അവർ നേരെയാക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇല്ലാതിരുന്ന് കിട്ടിയ കുട്ടിയല്ലേ. പട്ടിക്കുട്ടി പോലും അവരവരുടെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അതിനെ വളർത്തുന്നത്. അങ്ങനെ എന്തായാലും അവനെ വളർത്തി വലുതായി വന്നപ്പോൾ അവന്റെ വികൃതികൾ കൂടി. പിന്നീടായപ്പോൾ ഇവർക്ക് ഇവന്റെ വികൃതികളോട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഇവൻ ഈ കാണിക്കുന്ന കുരുത്തക്കേടുകളും വല്ല പട്ടികളുടെയും കൂടി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതും അതും ഇതും, എന്നെ വിളിച്ചാൽ വരാതിരിക്കുക, കൃത്യസമയത്ത് തുറന്നു വിട്ടാൽ മുറ്റത്ത് പോയി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാതെ പെരയ്ക്കകത്ത് കയറി അപ്പിയിട്ട് വെക്കുക, മുള്ളി വെക്കുക, പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കാണ്ട് വെച്ചിരുന്നിട്ട് വായി നോക്കി പട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള പരിപാടികളായപ്പോഴത്തേന് ഇവർക്ക് ഈ മറ്റുള്ള പുറത്തുള്ള പട്ടികളുടെ കൂടെ പോയി ചങ്ങാത്തം കൂടുക, തുറന്നു വിട്ട് കഴിഞ്ഞ് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ റോഡിലേക്ക് ഓടിപ്പോവുക. പിന്നീട് ചിലപ്പോൾ 2-3 ദിവസവും കഴിഞ്ഞ് അതുവന്നെ തോന്നുന്ന സമയത്ത് കയറി വരിക. പിന്നെ പോരാത്തതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരനെ തന്നെ പിടിച്ച് കെട്ടാനും എടുക്കാനും ഒക്കെ ചെല്ലുമ്പോഴായിട്ട് അവരുടെ അടുത്ത് തിരിച്ച് മുറുമുറുക്കും, അവരെ കടിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ സർവ്വവിധ കോപ്രായവും ഇവന്റെ കയ്യിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള അഹങ്കാരവും ഇവന്റെ കയ്യിലുണ്ട്. അങ്ങനെ ആയപ്പോൾ ഇവര് ക്രമേണ അങ്ങ് മടിച്ചു. അവർ ഒരു കൂട്ടമായിട്ട് അവർ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു, ഇനി ഇവനെ നോക്കാൻ പറ്റില്ല, കാരണം ഇവനെയും കൊണ്ട് അവർ സഹിയിട്ടു. അങ്ങനെ അവർ ആ പട്ടിക്കുട്ടിയല്ല, അവൻ വളർന്നു പട്ടിയായി. അവനെ ഇവരെന്ത് ചെയ്തു, ആർക്കെങ്കിലും അഡോപ്ഷന് കൊടുക്കാമെന്ന് വെച്ചു ആദ്യമേ. പക്ഷേ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഇവൻ അപ്പോഴത്തേന് തന്നെ ഇങ്ങനെ പുറത്തുള്ള തെരുവ് പട്ടികളുടെയൊക്കെ കൂടെ നടന്നിട്ട് ഇവന്റെ സ്കിന്നിലൊക്കെ പൂടയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇവന്റെ സൗന്ദര്യമൊക്കെ നശിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ അഡോപ്ഷന് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ വളരെ സുന്ദരനല്ലാത്ത കാരണം പിന്നീട് ഇവന്റെ ഈ വികൃതി കാരണം ഇവനെ കെയർ ചെയ്യുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇവന് കൃത്യമായ കെയറിങ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇവന്റെ ആ ദേഹമൊക്കെ അഴുക്ക് പിടിക്കുകയും സ്കിന്നിൽ അവിടെ ഇവിടെ ഭാഗങ്ങളിലൊക്കെ ചൊറി വന്ന ആ പാടുകൾ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെന്നപ്പോഴത്തേന് ഇവന്റെ ആ ഒരു സൗന്ദര്യം അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പൊ ഇവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇവനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ ഫാമിലി വന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ആരും അറിയാണ്ട് ഇവനെ കാറിൽ കയറ്റി ഒരു പുറത്ത് റോഡിൽ കൊണ്ടങ്ങ് വിട്ടു. അവനിങ്ങനെ അവൻ എന്തായാലും പുറത്തിറങ്ങി നടക്കാനാണല്ലോ ഇഷ്ടം. അവനെ ആ വഴിക്ക് അങ്ങ് വിട്ടു. അവൻ ആ വഴിക്ക് ഇങ്ങനെ നടന്നു. അവസാനം കുറേ കാലമൊക്കെ അവൻ ഇങ്ങനെ വഴിനീളെ ഓടി അലഞ്ഞൊക്കെ നടന്നു. പിന്നെ അവനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവരങ്ങ് ഉപേക്ഷിച്ചു. അതായത് അവരുടെ ആ ഒരു മനസ്സിന്റെ ആഗ്രഹം കഴിഞ്ഞപ്പോൾ, അവര് പറയുന്ന ലെവലിൽ കേൾക്കാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവനെ ഉപേക്ഷിച്ചു. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്താണ് ഇപ്പൊ ഇതിവിടെ പറഞ്ഞെന്ന്. സെയിം അതേ അവസ്ഥയാണ് ചോറ്റാനിക്കരയിലെ കുട്ടിക്ക് സംഭവിച്ചത്. അതായത് 2 വ്യക്തികളുടെ, ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും മക്കളില്ലാതിരുന്നപ്പോൾ അവരൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തെടുക്കുന്നു. ആ കുട്ടി ആദ്യമേ അതിന്റെ ഓമനത്തുള്ള ഫേസും അതിന്റെ കളികളും ചിരികളും ഒക്കെ കണ്ട് അവർ സന്തോഷവതിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരവേ ഈ കുട്ടിക്ക് 16 വയസ്സാവുന്നു. അപ്പോഴത്തേന് തന്നെ അതിന്റെ ഓമനത്തൊക്കെ കഴിഞ്ഞ് ഇത് തിരിച്ചെതിർത്ത് സംസാരിക്കുന്ന ഒരു ഏജിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് മക്കളായാലും ടീനേജ് എത്തുന്ന അച്ഛനും അമ്മമാർക്കും ഉള്ളത് എനിക്കും ഉണ്ട്, പത്തി പഠിക്കുന്ന ഒരു സാധനം. അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞാല് തിരിച്ച് 2 റിട്ടേൺ വരും. നമ്മൾ ഒന്നായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്താ അവിടെ പോയടാ, ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞില്ലയോ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പം ആ തിരിച്ചു ചോദിക്കുന്ന സമയം തൊട്ട് നമുക്ക് എന്ത് വരും, ഇഷ്ടമല്ലാണ്ടാവും. ഇവൻ പറഞ്ഞാൽ കേൾക്കുകയല്ല, അഹങ്കാരി. ആദ്യമേ കുട്ടിത്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാം അനുസരിക്കും. അപ്പോൾ അവർ നമ്മൾ ചോദിക്കുന്നതും ചോദിക്കാത്തതും അവർക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും എല്ലാം നമ്മൾ വാങ്ങി നൽകും. തിരിച്ചവരെ ശിക്ഷിക്കാനോ ശാസിക്കാനോ നിൽക്കത്തില്ല. കാരണം ഇല്ലാതിരുന്ന് കിട്ടിയതാവുമ്പം ഒട്ടും ചെയ്യാൻ പോകത്തില്ല. അങ്ങനെ അവരും ഇഷ്ടം പോലെ ലാളനകൾ നൽകി ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ ടീനേജ് എത്തിയ സമയം എത്തിയപ്പോഴത്തേന് കുട്ടിയിൽ ടീനേജിൻ്റെതായ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതോടുകൂടി അവരും ഈ കുട്ടിയെ ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് അവഗണിക്കാൻ തുടങ്ങി. അവരിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹം ആ കുട്ടിക്ക് കൃത്യമായി കിട്ടാതായപ്പോഴാണ് കുട്ടി മറ്റുള്ള പല തെറ്റായ വഴികളിലേക്കും സഞ്ചരിച്ചു തുടങ്ങിയത്. അങ്ങനെ ആ കുട്ടി തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്നുപെടുകയും ആ കുട്ടി ഒരു പോസ്കോ കേസിനകത്ത് ഇരയാവുകയും ചെയ്യപ്പെട്ടു. അതിനുശേഷം അവിടുന്ന് അവർ അതിനെ വീണ്ടും പിടിച്ചുകൊണ്ട് വന്ന് കൃത്യമായിട്ടുള്ള ഭക്ഷണവും, ശിക്ഷണം നൽകിയെന്ന് പറയാൻ പറ്റത്തില്ല, ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ നൽകി വീണ്ടും കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനെ വീണ്ടും വളർത്തിക്കൊണ്ട് വന്നു. അപ്പം ഈ കുട്ടിക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛൻ എൻ്റെ മാനസികാവസ്ഥയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി കാണാം. എന്തായാലും ആ കുട്ടിയുടെ അച്ഛൻ ആ സംഭവത്തിൽ കേസിൻ്റെ ഇരയായതോടുകൂടി ആ കുട്ടിയുടെ അച്ഛൻ മരണപ്പെടുകയാണ്. അതിനുശേഷം ഈ കുട്ടിയും അതിൻ്റെ അമ്മയും മാത്രമായി താമസം.
പോകെ പോകെ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം വഴി, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആ ഒരു ശൃംഖല ഇങ്ങനെ വിശാലമായിട്ട് തുറന്നിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആൺപിള്ളേരെ ഒന്നും തിരക്കിയും പെൺപിള്ളേരെ ഒന്നും തിരക്കിയും പുറത്തോട്ടെങ്ങും ഇറങ്ങി നടക്കണ്ട കേട്ടോ. പെരയ്ക്കകത്തിരുന്നാൽ മതി. കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ വരും. ഇൻസ്റ്റഗ്രാമിന്റെ സാധ്യതകൾ ഭയങ്കര വിശാലമാട്ടോ. വീട്ടുകാർക്കൊന്നും സ്കോപ്പില്ല. വീട്ടുകാരൊന്നും ഇനിയിപ്പോ പെണ്ണ് എപ്പിയൊന്നും നടക്കണ്ട, അവര് തന്നെ കണ്ടെത്തിക്കോളും അവർക്കുള്ള പെണ്ണിനെയും ചെറുക്കനെയൊക്കെ. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി ഒരു പയ്യൻ വന്ന് അടുപ്പം സ്ഥാപിച്ച് അടുപ്പത്തിലാകുന്നു. തുടർന്ന് വീട്ടുകാർ ഈ അമ്മ എതിർത്തനയ്ക്ക് ഒന്നും ഈ കുട്ടി അത് വകയാക്കാതെ വീണ്ടും ഈ അടുപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീടാണ് ഈ ട്വിസ്റ്റ്. അതായത് എന്താ, അവരില്ല സെയിം പട്ടിയെ ചെയ്തതുപോലെ തന്നെ പറഞ്ഞാൽ കേൾക്കാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പട്ടിയെ അവരുപേക്ഷിച്ചു. അതുപോലെ തന്നെ സെയിം 19കാരിയായ കുട്ടിയെ ഈ അമ്മ ഉപേക്ഷിക്കുകയാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, അവളായി അവക്കുള്ള പാടായി, അവൾ ഇനി എങ്ങനെയോ ജീവിക്കട്ടെ, ഞങ്ങൾക്ക് അറിയണ്ട എന്നുള്ള ഒരു ലെവലില് ഈ 19കാരിയായി വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ഉപേക്ഷിക്കുകയാണ്. അവിടെ ആ കുട്ടിയെ ആർക്ക് വേണമെങ്കിലും കല്ലെറിയാം, ആർക്ക് വേണമെങ്കിലും ചൂഷണം ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഉപദ്രവിക്കാം. അവിടെയാണ് എൻ്റെ പോയിന്റ്. നേരെ തിരിച്ച് അത് അവരുടെ സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ അവര് മീഡിയാസിന്റെ ഒക്കെ മുമ്പിൽ വന്നു നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടോ, അവക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിന്നേന്ന്. ഒരിക്കലും അല്ല, അവർക്ക് സേഫ് ആവാൻ വേണ്ടി അവർ മാറിയെന്ന്. കാരണം അവര് വിചാരിച്ചു സ്വന്തം മകളല്ലല്ലോ, ഒരുപക്ഷെ അവൾ തിരിച്ച് ഇവരെ എന്തെങ്കിലും ചെയ്ത് ഇവരുടെ സ്വത്തിന് വേണ്ടിയിട്ട് ഇവരെ അപായപ്പെടുത്തിയാലോ എന്നുള്ള അവരുടെ ഒരു എന്താ പറയേണ്ടത്, അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു ഭയം, അതുകൊണ്ട് അവർ മാറി നിന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്, അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടല്ല, അവളെ തന്നെ അപായപ്പെടുത്തി കളഞ്ഞു. പിള്ളേരെ ഒന്നും വിശ്വസിക്കാൻ നോക്കില്ല കേട്ടോ. അവരെല്ലാം ഇന്റർനെറ്റിന്റെ ലോകത്ത് കയറിയിട്ട് മറ്റെന്തൊക്കെയോ ആയി തീർന്നിരിക്കുക. അപ്പൊ അവരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ആ കുട്ടിയുടെ ജീവൻ ഇന്ന് അപകടത്തിലായി. ആ കുട്ടി ഇങ്ങനെ അപകടനില തരണം ചെയ്യാതെ ഇങ്ങനെ ഇന്നോ നാളെയോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അമ്മ എന്താണ് ചെയ്തത്, അമ്മയും നമ്മൾ പറയപ്പെടുന്നത് ഈശ്വരൻ ഒരു കണക്കിന് അനുഗ്രഹിച്ചായിരിക്കും അവർക്കൊരു കുട്ടിയെ കൊടുക്കാഞ്ഞത്. അങ്ങനെയും ഞാൻ പറയത്തുള്ളൂ. കാരണം ആ കുട്ടി അവരുടെ സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോത്തില്ല. ആ കുട്ടിക്ക് 16ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, അല്ലെങ്കിൽ ആ കുട്ടി പോസ്കോ കേസിൽ, അതായത് ആ കുട്ടി ഇരയാക്കപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം 16ാം വയസ്സിൽ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മ എന്ത് ചെയ്യണമായിരുന്നു, പറഞ്ഞ് തിരുത്തി കൊണ്ടുവന്ന് വീണ്ടും അതിന് സ്നേഹവാത്സല്യങ്ങളെല്ലാം നൽകി അതിനെ വളർത്തി കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിക്കണമായിരുന്നു. പകരം അവർ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അതിനെ കുത്തുവാക്കും അതും ഇതുമൊക്കെ ആയി അത് വീണ്ടും അതിന് തോന്നിയ വഴിക്ക് തന്നെ പോയപ്പോൾ അതിനെ തള്ളി അങ്ങ് കളഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കൊച്ചിനെ വേണ്ട. ഒരു കുട്ടിയുടെ ബാല്യത്തിൽ കിട്ടുന്ന ആ സൗന്ദര്യവും ആ കുട്ടിയുടേതായിട്ടുള്ള കളിചിരികളും ലാളനകളും എല്ലാം അവർ ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി ഇവർക്ക് ഈ കുട്ടി എന്താണ് പറയേണ്ടത്, ഈ കുട്ടി ഒരു അധികപ്പറ്റാണ്. കാരണം ഇപ്പോൾ ആ കുട്ടിയിൽ ആ കുഞ്ഞ് ബാല്യത്തിലുണ്ടായിരുന്ന കളിചിരികളില്ല, ലാളനകളില്ല, ലാളിത്യമില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല. ഇനി ഈ കുട്ടിയിൽ നിന്ന് അവർക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ല. ആ കുട്ടിയുടെ ബാല്യമെല്ലാം ഇവർ ആസ്വദിച്ചു. ഇനി അതിൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ തലതിരിഞ്ഞ പരിപാടികളൊക്കെയാണ്. അതൊന്നും ഇവർക്ക് സഹിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഇവരുടെ മകളല്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ കുട്ടിയെ ഉപേക്ഷിച്ചു. പിന്നെ പട്ടിയെ ഉപേക്ഷിച്ച കണക്ക് തെരുവിൽ ഉപേക്ഷിച്ചില്ല, പകരം ആ കുട്ടിയെ ഈ വീട്ടിലങ്ങ് ഉപേക്ഷിച്ചേച്ച് അവരെന്ത് ചെയ്തു, ഈ വീട് വിട്ടങ്ങ് പോയി. അവൾക്കുള്ള പാടായി, അവൾ എങ്ങനെയോ ജീവിക്കട്ടെന്ന്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ, അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഉപേക്ഷിക്കില്ലായിരുന്നു. തൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയാൽ അതിന് തിരുത്തി മനസ്സിലാക്കി അതിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇവർ ശ്രമിച്ചില്ല. കാരണം അത് സ്വന്തം കുട്ടിയല്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കുകയോ അതിന് ഒരു പട്ടിക്കുട്ടിയെ പോലും ആവട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മരണം വരെ നിങ്ങൾക്ക് അതിനെ നല്ല വൃത്തിയായിട്ട്, ഒന്നുകിൽ അതിൻ്റെ മരണം വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ അതിനെ വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല എന്നുണ്ടായാൽ അതിൽ നിന്ന് വരുന്ന വീഴ്ചകൾ നമ്മുടെ വീഴ്ചയാണ്. ആ കുട്ടിക്കുണ്ടാകുന്നതായാലും പട്ടിക്കുണ്ടാകുന്നതായാലും വീഴ്ചകൾ നമ്മൾ കുഞ്ഞിലെ അതിനെ തല്ലി പഠിപ്പിച്ചും ശിക്ഷകളും ഒക്കെ നടപ്പാക്കിയും വളർത്തിയെങ്കിൽ മാത്രമേ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെതായ അനുസരണയും കാര്യങ്ങളും ഉണ്ടാവൂ. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നേർവഴി ഉപദേശിച്ച് നൽകണം. എന്തെല്ലാം മാർഗം ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങോട്ട് ആ ബന്ധത്തിൽ പെട്ടപ്പം നിങ്ങൾക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്തോ അല്ലെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയോ, നിങ്ങളിങ്ങനെ ഉപേക്ഷിച്ച് പോവാണ്ടിരുന്നു നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്രയും പീഡനത്തിന് ഇരയാകുമായിരുന്നോ?
അല്ലെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ ഇവൻ മുമ്പും പലതവണ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെയും കൂടെ കൂട്ടിയിട്ട് പോയി ഇവന്റെ പേർക്ക് ഒരു കേസ് കൊടുത്തുകൂടായിരുന്നു. നിങ്ങളിൽ നിന്നൊരു സ്നേഹം ആ കുട്ടിക്ക് കിട്ടാഞ്ഞത് കൊണ്ടാണ് ആ കുട്ടി മറ്റൊരു സ്നേഹത്തിന് പോയത്. അത് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം നമ്മൾ വീട്ടുകാർ കൊടുക്കേണ്ടതായ സ്നേഹവും സംരക്ഷണവും കൊടുക്കാതാവുമ്പോഴാണ് നമ്മൾ പുറത്തുള്ളവരിലേക്ക് ആകൃഷ്ടരായി പുറത്തുള്ളവരുടെ സ്നേഹത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആരായാലും ഇനി ഒരു പട്ടിക്കുട്ടിയാവട്ടെ, പൂച്ചക്കുട്ടിയാവട്ടെ, ഇനി ഒരു പക്ഷെ മനുഷ്യക്കുട്ടിയാവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മരണം വരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ളവരായിരിക്കണം. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാണ്ട് ഇതേപോലെ പകുതിയിൽ എത്തുമ്പം ഇനി ഇതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ഇതിനെ വേണ്ട എന്നും പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ജീവിയെയും കുഞ്ഞിലെ തൊട്ടേ സംരക്ഷിച്ച് വഷളാക്കരുത്. അതായത് വളർത്തി വഷളാക്കരുത്. അതിനെ ആരെങ്കിലും വളർത്തി, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് തെരുവിൽ അലഞ്ഞ് നടന്ന് വളർന്ന് അത് അതിന്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തിച്ചോളും. ഇതിനെ ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ എടുത്തുകൊണ്ട് പോയി വളർത്തി നശിപ്പിച്ചിട്ട് അതിനൊരു തിരിച്ചറിവാകുന്ന പ്രായത്തിൽ അതിനെ അലഞ്ഞു തിരിഞ്ഞ് നിനക്കിനി ഒന്നുമില്ലടാ, നീ തെരുവ് തണ്ടിയായിട്ട് നടന്നോ എന്ന് പറഞ്ഞ് അഴിച്ചു വിടുമ്പം അതിന് ഈ തെരുവില് ഏതാണ് തെരുവ്, ഏതാണ് നല്ലത്, ഏതാണ് ചവറ്, ഏതാണ് നല്ല സാധനം എന്നൊന്നും അറിയാൻ വയ്യാത്ത പരുവത്തില്, അതായത് കുറെ കാലം കാഴ്ച ഉണ്ടായിരുന്ന ഒരുത്തരെ പെട്ടെന്ന് പിടിച്ച് കണ്ണ് കെട്ടിയിട്ട് നീ ഇനി എങ്ങോട്ടേലും പൊക്കോ എന്ന് പറയുന്ന അവസ്ഥയായി പോവും ഏതൊരു മനുഷ്യൻ്റെയും. അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കുട്ടിയെ ആയാലും ഒരു പട്ടിയെ ആയാലും ഇനി ഏത് ജീവജാലത്തെ ആയാലും അഡോപ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ കൊണ്ട് പരിപൂർണമായും അതിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അഡോപ്റ്റ് ചെയ്യുക, വളർത്തുക. എന്തായാലും നമ്മുടെ ചോറ്റാനിക്കരയിൽ സംഭവിച്ചത് ആ അമ്മയുടെ ഉപേക്ഷക്കുറ്റം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവിതവും ജീവനും ഇന്ന് ഇങ്ങനെ ആയി പോയിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.